പ്രൈസ് ലോഡ്. എല്ലാവരും കർത്താവിൽ സുഖമായി സന്തോഷമായൊക്കെ ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായി വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ തോന്നുമ്പോൾ എന്താ പറയുക, ഒരു എടുക്കാൻ അങ്ങനെ സമയം കിട്ടും. ആ സമയം ആരെങ്കിലും വരും, അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ നീങ്ങിപ്പോകും. അതുകൊണ്ട് ഇങ്ങനെ രാവിലത്തെ വചനം മാത്രം ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് അതിങ്ങനെ ഇട്ടിട്ട് വൈകുന്നേരമുള്ള വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വരാതെ അങ്ങനെ പോകും. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും പ്രശ്നമുണ്ടാവും, പ്രതികൂലങ്ങളുണ്ടാവും. ആരും എത്ര വലിയ ധനികനായിക്കോട്ടെ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പ്രശ്നം പ്രതികൂലങ്ങൾ വരുമ്പോൾ അപ്പോൾ എല്ലാവരും ദൈവത്തോട് പിറുപിറുക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തെ കുറ്റം പറയുന്നവരായിരിക്കും, ഞാൻ ഉൾപ്പെടെ. കാരണം നമ്മൾ ചിന്തിക്കാതിരിക്കുന്ന ചില സമയത്ത് നമുക്ക് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും, ശോ എന്തിനാണാവോ, ഇനി ജീവിക്കേണ്ടെന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നമുക്കങ്ങനെ പുറത്ത് പറഞ്ഞു പോകില്ലേ. അപ്പോഴാണ് ഞാൻ ഓർത്തത് യോഹന്നാനെക്കുറിച്ച്. യോഹന്നാനെ നാട് കടത്തിയല്ലേ, പത്മോസിലാണ്, ദ്വീപിലാണ് നാട് കടത്തിയത്. ആ പത്മോസ് എന്ന ദ്വീപിൽ പോയിട്ട് ആരും ജീവനോടെ തിരിച്ച് വന്നിട്ടുണ്ടാവില്ല. ജീവനോടെ തിരിച്ചു വന്നവർ ഇല്ല. കാരണം അതൊരു അങ്ങനത്തെ ഒരു ദ്വീപാണ്. ഒന്നീ മൃഗങ്ങളോ അല്ലെങ്കിൽ ഇഴജന്തുക്കളോ വല്ലതും അവരെ കടിച്ചു തിന്നണം, ഇല്ലെങ്കിൽ ഫുഡും ഒന്നും കിട്ടാതെ അവിടെ കിടന്ന് നരകിച്ച് അങ്ങനെ ചാകണം. അതിനായിട്ടാണല്ലോ ഒരു ശിക്ഷ കൊടുത്തു വിടുന്നത്. യോഹന്നാന് ശിക്ഷ കൊടുത്ത് ആ പത്മോസിലേക്ക് അയച്ചപ്പോൾ യോഹന്നാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, ഞാനിനി പുറലോകം കാണില്ല, ഞാനിനി തിരിച്ച് ജീവനോടെ വരില്ല എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനി പൊങ്ങാൻ ഒരു ഇതുമില്ല, ഞാനിനി ഇതിന്ന് പൊങ്ങി വരില്ല, ഇനി ഇത്രേ ഉള്ളൂ, ഞാൻ തീർന്നു, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം അതിന് പരിഹരിക്കാൻ അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കാൻ ആരുമില്ല, ഞാൻ ഇതോടുകൂടി അവസാനിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഇത് തീർന്നു എന്ന് എത്രയോ പേര്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഞാനിങ്ങനെ ചില സമയം ഞാൻ ചിന്തിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ എൻ്റെ നാത്തൂനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഞാൻ വന്ന വഴികളെക്കുറിച്ച് ചിന്തിച്ചു പോയി. അപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നനഞ്ഞു പോയി. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടായ സംഭവങ്ങളുണ്ട് നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ നിൽക്കുന്നില്ലേ, അത്രയും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിച്ചു. ഞാൻ ഇല്ലാതായിപ്പോയോ? ഇല്ല. ഞാൻ ജീവിക്കാതിരുന്നോ? ഇല്ല. ഞാൻ അതും കടന്ന് എത്രയോ മുന്നോട്ട് ഞാൻ കടന്നു വന്നു. പക്ഷെ അപ്പം ആ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ ഓർത്ത് ഇവിടം കൊണ്ട് അവസാനിച്ചല്ല, ഇവിടം കൊണ്ട് തീർന്നല്ല. അപ്പോൾ ഞാൻ ദൈവത്തോട് കൂടെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്ന്. പക്ഷേ ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. നമ്മൾ ദൈവത്തോട് പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഞാൻ ഓർത്തു അതിൽ നിന്ന് ഒരുപാട് ആ അവസ്ഥ ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു തിരിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇപ്പം ഞാൻ ഇരിക്കുന്നത് അതിൽ നിന്നും എത്രയോ മടങ്ങ് ഉയരത്തിലാണ്. അപ്പോൾ ദൈവം നമ്മളെ എങ്ങനെ നടത്തിക്കൊണ്ട് വന്നല്ലേ. എത്ര നന്ദി പറഞ്ഞാലും പോരാ. കൂടപ്പിറപ്പുകൾ, ബന്ധങ്ങൾ, എന്താ പറയുക, മാതാപിതാക്കൾ എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു സമയം ഉണ്ടാവും. ആരും നമ്മളോട് കൂടെ വരും. നമ്മുടെ ജീവിതത്തിൽ പലരും വരും, അവരുടെ ഒരു റോളുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പോകും. ചിലത് ഇട്ടേച്ച് പോകും, ചിലത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതം ഒരു ട്രെയിൻ യാത്ര പോലെ. പലരും പല സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരും. അവരുടെ സ്റ്റോപ്പ് ഇറങ്ങാറാകുമ്പോൾ അവർ പോകുമ്പോൾ ചിലത് എടുത്തുകൊണ്ട് പോകും, ചിലത് കൊടുത്തിട്ടും പോകും. ചിലത് നല്ലതിനുമായിരിക്കും, ചിലത് ചീത്തയ്ക്കുമായിരിക്കും. പക്ഷേ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വഹിക്കേണ്ടവരാണ്. പക്ഷേ ഈ ജീവിതത്തിലുടനീളം നമ്മൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം കണ്ട് നമ്മൾ പല സമയങ്ങളിലും തളർന്നു പോകും. നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ മറന്നു പോകും, ഉപവസിക്കാൻ മറന്നു പോകും, ദൈവത്തെ പഴി പറയും, ദൈവത്തിനോട് പിറുപിറുക്കും. പക്ഷേ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല. നമ്മൾ ഇരുന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ കരകയറ്റി കൊണ്ടുവരുന്നവനാണ്. ഞാനതാ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ജീവിതം ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കർത്താവ് എത്ര നല്ലവനാണെന്ന് ഞാൻ പലപ്പോഴും ഞാനങ്ങനെ ഓർക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു അവസ്ഥയിലിരുന്ന് ഇന്നത്തെ എൻ്റെ അവസ്ഥയും അന്നത്തെ എൻ്റെ അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ കർത്താവ് എത്ര വലിയ അത്ഭുതമാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അതുപോലെയാണ് യോഹന്നാൻ പത്മോസ്. അവിടെ ഇനി ഇല്ല എന്ന് യോഹന്നാൻ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാകും. പക്ഷേ അവിടെ വെച്ചാണ്
യോഹന്നാൻ ആർക്കും കിട്ടാത്തൊരു വെളിപ്പാട് ദൈവം കൊടുത്തത്. ദൈവത്തെ കാണാൻ പറ്റി അല്ലേ? ദൈവത്തിൻ്റെ വെളിപ്പാട്, ദൈവം ഇനി എന്താ ചെയ്യാൻ പോകുന്ന അവൻ്റെ വരവിൻ്റെ കാര്യങ്ങൾ ദൈവം പത്മോസിൽ വെച്ച് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തു. ഇതുവരെയും ആരും കാണാത്ത ഒരു ദൈവത്തിൻ്റെ മുഖം പത്മോസിൽ വെച്ച് യോഹന്നാൻ കണ്ടു. ഇതുവരെയും കേൾക്കാത്ത ശബ്ദം, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലത്തെ ശബ്ദം അവിടെ വെച്ച് കേട്ടു. കർത്താവിൻ്റെ വെളിപ്പാട് എന്താണെന്നുള്ളത്, കർത്താവ് എങ്ങനെ വരാൻ പോകുന്നു എന്നുള്ളത് കർത്താവ് എന്ത് ചെയ്തു? യോഹന്നാന് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇല്ല അല്ലെങ്കിൽ പോയി തീർന്നു എന്നൊക്കെ വിധി എഴുതുന്ന സ്ഥലത്തു നിന്നായിരിക്കും കർത്താവ് നമുക്ക് വേണ്ടി ഒരു തുടക്കം തരുന്നത്. നമ്മൾ കഴിഞ്ഞു തീർന്നു എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും നമുക്ക് ദൈവം ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. കർത്താവിനോട് പ്രാർത്ഥിക്ക്. ഈ ലോകം ഇല്ല എന്ന് വിധി എഴുതി നമ്മളെ എവിടെ കൊണ്ടിട്ടാലും കർത്താവ് നമുക്ക് വേണ്ടി എന്താ പറയുക, സകലതും ചെയ്യാൻ കഴിയുന്നവനാണ്. നമ്മളെ അവിടുന്ന് ദൈവം ഒരു തുടക്കമായി, ഒരു പുതിയതായി കർത്താവ് നമ്മളെ കൊണ്ടുവരും. പലതും ദൈവം ചിലപ്പോൾ നമ്മളെ പഠിപ്പിച്ചെന്നിരിക്കും, പലതും ദൈവം നമ്മളെ കാണിച്ചെന്നിരിക്കും. വിഷമിക്കേണ്ട, ബുദ്ധിമുട്ടേണ്ട, നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലർ നമ്മളങ്ങനെ ചെയ്യണം, കോർണർ ചെയ്യണം. കോർണർ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് അറിയാൻ പറ്റുക. ഇന്ന് ഞാൻ സന്തോഷത്തോടു കൂടി പറയും, ഞാൻ തകർന്നു പോയി, ഇനി തിരിച്ച് വരത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് കർത്താവ് എന്നെ കൊണ്ടുവന്നു. അതുപോലെ ആയിരിക്കും നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അവൻ വലിയവ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ എന്താണെന്ന് അറിയാൻ അവൻ വല്ലവനാണ്. നിങ്ങൾ പ്രാർത്ഥിക്ക്. ദൈവം മനുഷ്യനല്ല കേട്ടോ വാക്ക് മാറി പറയാനായിട്ട്. ദൈവം പറഞ്ഞത് ചെയ്യും. അവൻ എന്താ പറയുക, നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ അത് തന്നിരിക്കും, നമുക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഇന്ന് ഈ രാത്രി നിങ്ങളുടെ ഏത് വിഷയങ്ങളും ആയിക്കോട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് മനസ്സ് പകർന്ന് പ്രാർത്ഥിച്ച് നോക്ക്. നിങ്ങൾക്ക് ആ പ്രശ്നത്തിന് മേൽ വിടുതൽ എൻ്റെ കർത്താവ് തരും. നിങ്ങൾ സാക്ഷ്യം പറയും. അപ്പോൾ എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചാനൽ പറയുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. നിങ്ങൾക്ക് മാത്രമല്ല, അത് മറ്റുള്ളവർക്കൊരു പ്രയോജനമാകട്ടെ. കർത്താവിൻ്റെ വചനമാണ്. നമ്മളെന്താ പറയുക, ബാക്കി ലോക കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെയല്ല കർത്താവിൻ്റെ വചനം സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ എൻകറേജ് ചെയ്താൽ കൂടുതലായിട്ട് കർത്താവിൻ്റെ വചനവുമായിട്ട് വരാൻ എനിക്കതൊരു ഉത്തേജകമാകും. നിങ്ങൾ എൻകറേജ് ചെയ്തില്ലെങ്കിലും ഞാൻ കർത്താവിൻ്റെ വചനം പറയും. കാരണം ഈ ഒരു വീഡിയോ കാണുന്നത് 10 പേരാണെങ്കിൽ ആ 10 പേരിൽ ഒരാളെ ഈ ഒരു വചനം തൊട്ടാൽ അല്ലെങ്കിൽ ഒരാൾ അനുഗ്രഹിക്കപ്പെട്ട അത് കർത്താവിനും എനിക്ക് സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.